ഹലോ, ഇപ്പോൾ നമ്മളിന്ന് മാങ്ങ പിച്ചി അച്ചാറിടാൻ നോക്കിയപ്പോൾ ഇതാ നമ്മൾ നാരങ്ങയും വിളങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നാരങ്ങയും കറി ഇട്ടതിന് ശേഷം മാങ്ങയും കൂടെ അച്ചാറിടാമെന്ന്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കുറച്ച് ചെറുള്ളി കുനുകുന അരിയുന്നതും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നാരങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിലേക്ക് തട്ടുന്നുണ്ട്. അതിനുശേഷം അത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ചും കൂടി വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളവും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കയ്പ്പാട്ടോ ഈ നാരങ്ങക്കറിക്ക്. അപ്പോൾ നമ്മളിതിലേക്ക് ശർക്കര പാനിയാക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം പറ്റുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ നാരങ്ങക്കറിയും സെറ്റായി, മാങ്ങ അച്ചാറും സെറ്റായി. അപ്പോൾ ഇത്രയോടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കും.